റിട്ടയർമെൻറ്റ് ഏജ് 4 കൊല്ലമെങ്കിലും കൂട്ടണ്ടേ? യു ആർ നൗ ലിവിങ്. ഇപ്പോൾ 90 വയസ്സായിട്ടും പോകുന്നില്ല ആൾക്കാർ. തമിഴ്നാട്ടിലും 59 60 ആണ്. ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ ഈ 56, ഛത്തീസ്ഗഡ്. യു വാണ്ട് ടു കമ്പയർ വിത്ത് ഛത്തീസ്ഗഡ്? 10 ലക്ഷം ആൾക്കാർ അറ്റ്ലീസ്റ്റ് വിത്ത് എ ഗ്രാജുവേറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഔട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ്. ഈ റിട്ടയർമെന്റ് ഏജ് ഇവിടെ കൂട്ടാത്തത് ലോഞ്ചിവിറ്റി കൂടിയിട്ടുണ്ട്, എന്നാൽ കൂട്ടുന്നില്ല. എന്നാൽ ആ ജോലിയൊന്നും ചെറുപ്പക്കാർക്ക് കിട്ടുന്നില്ല. ചെറുപ്പക്കാരുടെ എനിക്ക് ഈ യൂത്ത് ഓർഗനൈസേഷൻ്റെ ബുദ്ധിയില്ലായ്മ എന്നല്ലേ പറയേണ്ടത്. ആൻഡ് ദേ ആർ വെയിറ്റിംഗ്. ഈ ഇപ്പം തന്നെ എന്താണ് ഈ 55 വെച്ചിട്ട് 56 വെച്ചിട്ട് ആർ ദേ ഗെറ്റിംഗ് ജോബ്സ്, ഇനഫ് ജോബ്സ്? എന്ത് ചെയ്താലും ഗവൺമെൻറ് സെക്ടറിലെ ലിമിറ്റഡ് ജോബിലുള്ളൂ. 23 to 24,000 ആണ് ഇപ്പോഴത്തെ റിട്ടയർമെൻറ്റ് ആൾക്കാർ. അത്രേ വേക്കൻസിയിൽ ആൾ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പഞ്ചായത്തിലോ വല്ല കോർപ്പറേഷനിലോ അവിടെ ഇവിടെയൊക്കെ താൽക്കാലിക ജോലിക്കാരുണ്ടല്ലോ, കണ്ടിൻജൻസി ആയിട്ട്. അങ്ങനെയുള്ളവരാണ് ഈ നെറ്റ് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ഇൻ ദ പബ്ലിക് സെക്ടർ. എൻ്റർപ്രൈസസിലില്ല. എൻ്റർപ്രൈസസ് ദി ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഹാസ് കം ഡൗൺ ഫ്രം 1.5 lakh to 1.2 lakh. പലതും പൂട്ടി. സോ പബ്ലിക് സെക്ടർ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ്. ദാറ്റ് ഐ ഹാവ് സെഡ് ദാറ്റ്. റിട്ടയർമെൻറ്റ് ഏജ് 4 കൊല്ലമെങ്കിലും കൂട്ടണ്ടേ? യു ആർ നൗ ലിവിങ്. ഇപ്പോൾ 90 വയസ്സായിട്ടും പോകുന്നില്ല ആൾക്കാർ. അറ്റ്ലീസ്റ്റ് ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് മെജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ്. തമിഴ്നാട്ടിലും 59 60 ആണ്. ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ ഈ 56, ഛത്തീസ്ഗഡ്. യു വാണ്ട് ടു കമ്പയർ വിത്ത് ഛത്തീസ്ഗഡ്? ദെൻ യു ക്യാൻ ഹാവ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നം കൂടിയില്ലേ? Because we are over dependent on government jobs. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മൈൻഡ് സെറ്റ്. അതെ, അതും. പക്ഷേ ഈ നമ്പേഴ്സ് ഡോണ്ട് ഗിവ് യു എനി ബെനിഫിറ്റ്. ഈ പുറത്ത് നിൽക്കുന്ന, ഇൻ മൈ എസ്റ്റിമേറ്റ് ഐ ഗിവൺ ദിസ് 8.5 ടേബിൾ നമ്പർ. 10 ലക്ഷം ആൾക്കാർ അറ്റ്ലീസ്റ്റ് വിത്ത് എ ഗ്രാജുവേറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഔട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ്. ദേ ആർ ഐദർ ആക്റ്റീവ്ലി സീക്കിംഗ് വർക്ക് ഓർ പെൺകുട്ടികളെമാരി നിരാശരായി വീട്ടിലിരിക്കുകയാണ്. ഈ 10 ലക്ഷം മിനിമം ഗ്രാജുവേഷനാണ്. അതിൽ BTech ഉണ്ട്, MBA ഉണ്ട്, MA ഉണ്ട്, MSc MCom എല്ലാം ഉണ്ട്. അതിൻ്റെ ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ 8 ലക്ഷം സ്ത്രീകൾ. നമ്മുടെ പൊളിറ്റിക്സ് ഹാസ് ബിക്കം സോ ഡ്രിവൺ ബൈ സ്ലോഗൻസ് ആൻഡ് ദർ ഈസ് നോ സീരിയസ് സ്റ്റഡി. ഇതൊക്കെ ഇവർ സീനിയേഴ്സ് അല്ലേ പറഞ്ഞ് ഈ DFIക്കാരോടും KSUക്കാരോടും പറഞ്ഞു കൊടുക്കേണ്ടത്. ദറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ്. ഇൻഫാക്ട് യു ആർ ഓൾസോ ഗോയിങ് ടു ഗെയിൻ ദിസ്. 60 അവർക്കും 60 റിട്ടയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദേ ആർ ഗെറ്റിംഗ് 4 more years just as the existing people are getting. You know, ഇത് ആർക്കും അധികം ആർക്കും അറിയില്ല. ഓൾറെഡി ഔട്ട് ഓഫ് ദിസ് 5 lakh ഗവൺമെൻറ് എംപ്ലോയീസ് 2 lakh people are already 60 years റിട്ടയർമെൻ്റ് ആണ്. കാരണം 13 മുതൽ ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് NPS ആണ്. അവർക്ക് 60 ആണ്. പുറത്ത് പറഞ്ഞിട്ടില്ല. ഒരു KGOൻ്റെ നേതാവിനോട് ചോദിച്ചു, പഴയ നേതാവാണ്. സാറേ ഞങ്ങൾ അത് ഇപ്പോൾ 60 തന്നെയാണ്. 40% പേർക്ക് 60 ആണ്. അല്ല, കേരളത്തിനല്ല, ഇന്ത്യക്ക് മുഴുവൻ. ബിക്കോസ് ഗവൺമെൻറ് ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് എ വെരി വെരി ഷോർട്ട് ടേം ദിസ് തിങ്. മറ്റേത് അതായത് ബഡ്ജറ്റിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ. മറ്റൊരു ഐ റിട്ടയർഡ്, ഐ ഹാവ് നോ പെൻഷൻ. ഞങ്ങളുടെ CDSL പെൻഷൻ ഇല്ല, EPF ആണ്. We paid 8.5%. This institution paid that we got accumulated over a period of time. That corpus comes to you. മറ്റേ പെൻഷന് കോർപ്പസ് ഇല്ലല്ലോ, ഗവൺമെൻറ് പെൻഷന്. The corpus comes to you, I invest, I get the rate. Maybe I get slightly less pension now because of my interest is lower. മറ്റൊരു 10% ഉണ്ടായിരുന്നു, 8%. But that corpus is there for me and my children. So in the long term, it doesn't really make a big difference. NPS, why most of the states have accepted NPS? ഈ 2-3 സ്റ്റേറ്റ് തിരിച്ചു പോകാനായിട്ട് അത് ഈ ഒരു പോപ്പുലിസ്റ്റ് റെട്ടോറിക്കില് ഉണ്ട്. കോൺഗ്രസ് തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചിദംബരമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അല്ലല്ലോ 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 എന്തായി പറയുന്നത്? 2005 ചിദംബരം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് 13 സെൻട്രൽ ഗവൺമെൻറ്റിൽ അതിന് 7 കൊല്ലം മുമ്പേ വന്നു. ഒന്ന് നോക്കൂ, ഒന്ന് ഗൂഗിളിൽ അമിട്ട് നോക്കൂ. ഡേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് NPS ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നോട്ട് ഗവൺമെൻറ് ഓഫ് കേരള. കേരളത്തിന് കുറച്ച് അതിന്റെ ഗുണം കിട്ടുമോ? എന്ത് ഗുണം? NPS-ലേക്ക് മാറിയതിന്റെ effect. അത് കിട്ടണമെങ്കിൽ ഇനിയും കാത്തിരിക്കണ്ടേ? കാരണം ഈ പഴയ ആൾക്കാരൊക്കെ റിട്ടയർ ചെയ്യണ്ടേ. 70% മാറി കിട്ടുന്നുണ്ട്. ബാക്കി 60% അവരുടെ 2012 ഇപ്പോൾ കേരളത്തിൻ്റെ ആക്ച്വലി ആവറേജ് ഇയേഴ്സ് ഓഫ് ഗവൺമെൻറ് സർവീസ് ഫോർ എ പേഴ്സൺ എംപ്ലോയി ഈസ് 23 years ഓൺലി. കാരണം ആവറേജ് ഇയർ ഓഫ് എൻട്രി ഈസ് 34. ക്യാൻ യു ഇമാജിൻ? PSC എഴുതി ഇങ്ങനെ വേഴാമ്പലിനെമാരി കാത്തിരുന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഒന്നാമത് എന്തിനാണ് ഇങ്ങനെ ഈ ബുദ്ധിയുള്ളവരൊക്കെ ഗൾഫിൽ പോയി. ഈ ഗവൺമെന്റ് ജോബ് അല്ല കിട്ടാൻ കഴിയാത്ത ഒരു വലിയൊരു ശതമാനം ബാക്കിയുണ്ട്. ഉണ്ട്. ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കേരളത്തിലെ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇപ്പൊ എല്ലാം പിരിച്ചുവിടുന്നല്ലേ. ഇപ്പൊ KSRTCയുടെ കയ്യിൽ നോക്കൂ, അവരുടെ ഒരു പെർഫോമൻസ് വൈസ് എങ്ങനെയാണ് കേരളത്തിലെ? ഇവര് പറയുന്നത് I told you, public sector is a big failure, which although I don't subscribe to abolishing public sector, that will be disaster. But you have to run it efficiently. You can't, prop up public sector through budget money, and that money could have been spent, as you said, അതിനും കൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ KSRTCക്ക് ആക്ച്വലി വി ആർ നൗ പേയിങ് ഫോർ സാലറി, പെൻഷൻ ഡിലേഡ് ആണ്. ബട്ട് ബഡ്ജറ്റ് മണി, വിത്തൗട്ട് ബഡ്ജറ്റ് മണി ദേ കാൺട്ട് സർവൈവ്. ഇവിടുന്ന് ഈ ബഡ്ജറ്റ് മണി എന്ന് പറയുന്നത് ടാക്സ് കളക്റ്റഡ് ഫ്രം ഓൾ ദ പീപ്പിൾ. So basically we are devoting a good portion of our budget on schemes and repayments and pensions from which you have no freedom. അത് കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. നാളെ വേറെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവരിപ്പോൾ ഇൻസോൾവൻസിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ബാങ്കിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പാപ്പരായി എന്ന് പറഞ്ഞിട്ട്, അല്ലേ? Then you can dismantle the company, start a new one. അതിനുള്ള പൊളിറ്റിക്കൽ ധൈര്യമില്ല. Much of the employees are just dead wood. ജോലിയില്ല അവർക്ക്. വർക്ക്ഷോപ്പിൽ പോയി നോക്കൂ, അര ദിവസത്തെ ജോലി പോലും ഇല്ല. എല്ലാം സ്വിഫ്റ്റ് ബസ്സാണ്. KSRTC ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പോയിട്ട് തുടങ്ങണോ? That's what, if you were running a private company, that would have happened long back. Because your asset is not enough. The value of your existing asset is not enough to pay back your loan. ഇതെല്ലാം കൂടി തൂക്കി വിറ്റാൽ കൂടി ഈ അക്യുമുലേറ്റഡ് അസറ്റിൻ്റെ പകുതി പോലും, ഡെറ്റിൻ്റെ പകുതി പോലും ഇല്ല. അപ്പോൾ എന്താ പറ്റുക? ഇപ്പോൾ എഫക്റ്റീവ് നമ്മൾക്ക് പറയാത്തത് എന്താണ്? ഗവൺമെൻറ് ഈസ് അണ്ടർ റൈറ്റിംഗ് ദാറ്റ്, ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ഓഫ്. പക്ഷെ പേപ്പറിൽ, ബഡ്ജറ്റ് പേപ്പറിൽ ലോൺ ടു പബ്ലിക് സെക്ടർ എന്ന് കാണും, വെറും പേപ്പറിൽ മാത്രം.